എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മണ്ടത്തരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പൈസ കടം കൊടുക്കുക. അപ്പോൾ ഈ കടം കൊടുത്ത പൈസ മിക്ക ആൾക്കാർക്കും തിരികെ കിട്ടുന്നില്ല. തിരികെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ദേഷ്യം ഉണ്ടാകും അല്ലേ. സ്വാഭാവികം നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് പൈസ കടം മേടിക്കുന്നവർക്കുള്ള ഒരു സ്വഭാവമാണ് പൈസ അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. നമ്മൾ പൈസ ചോദിക്കുമ്പോഴത്തേക്ക് അവർ നമ്മളെ ഇട്ട് പറ്റിക്കുക. അതായത് അവർ മനസ്സിലാക്കുന്നില്ല ഈ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളും അനുഭവിച്ചതെന്ന്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കയ്യിൽ നിന്ന് 20,000 രൂപ മേടിച്ച്. ഈ 20,000 രൂപ ഞാൻ അവന് ഒരു ഫ്രണ്ട് എന്ന നില ഞാൻ ആ പൈസ കൊടുത്ത്. പക്ഷേ അവൻ വിചാരിക്കണം എനിക്കൊരു ആവശ്യ സമയത്ത് അവൻ പൈസ തന്നതാണ് അല്ലേ. അപ്പോൾ ഈ പൈസ കടം മേടിച്ച ഈ ഫ്രണ്ട് എന്ത് ചെയ്യും, ഞാൻ 3 തവണ വിളിക്കുമ്പോഴും ഈ ഫ്രണ്ട് തരാമെന്ന് പറയും. കുറേ ആകുമ്പോഴത്തേക്ക് എന്നോടുള്ള ഒരു അടുപ്പം കുറയുമ്പോഴത്തേക്ക് ഫോൺ എടുക്കാതിരിക്കുക, പൈസ ചോദിക്കുമ്പോഴത്തേക്ക് കുറേ അവധികളൊക്കെ പറയുക. പിന്നീട് ഞാൻ വിളിക്കുമ്പോൾ ഫോൺ ബ്ലോക്ക് ആക്കിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അത് സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അത് തിരികെ കിട്ടത്തില്ല. അത് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പിണങ്ങും, വഴക്കിടും. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു വാചകങ്ങളാണ് പറയുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും പൈസ മേടിച്ചിട്ട് ഉഴപ്പ് കാണിക്കുന്നവരുണ്ട്. അതായത് അവരുടെ ഈ പൈസ ഉണ്ടായിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്താൽ എന്താണ് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ പൈസ കൊടുത്തിട്ട് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളും ഒക്കെ ഉണ്ട്, ആവശ്യ സമയത്ത് തന്നവരെ സഹായിക്കുന്നുണ്ട്. എന്നാൽ മിക്ക ആൾക്കാരെയും പൈസ കൊടുത്താൽ തരാൻ മടിയുള്ള ആൾക്കാരാണ് 100% ആൾക്കാർ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ പൈസ കൊടുത്ത് ഇന്നത്തെ കാലത്ത് ആരെയും സ്നേഹിക്കാതിരിക്കുക. കാരണം സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ കടബാധ്യതകൾ കൊടുക്കാതിരിക്കുക. കാരണം ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന് ഞാൻ പൈസ കൊടുത്ത്, അവന് ചോദിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ പൈസ ഇല്ല, അന്നേരം ഉള്ളത്. ഞാൻ അവന് പൈസ കൊടുത്ത് സഹായിക്കെങ്കിൽ അവന് ചിലപ്പോൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ നമ്മളോട് തീർച്ചയായിട്ടും മടങ്ങും. നീ എന്നാൽ എന്നോട് ദേഷ്യപ്പെട്ട് പൈസ വാങ്ങി, എന്നോട് ഞാൻ കൂട്ടില്ല, ഇല്ലെങ്കിൽ അവനും നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് പൈസ കൊടുത്ത് ഇന്നത്തെ കാലത്ത് ആരെയും സ്നേഹിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും സ്നേഹിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക. താമസിച്ച് തിരിച്ച് കിട്ടിയെങ്കിൽ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. കൂടുതൽ പൈസകളും കാര്യങ്ങളൊക്കെ തരാതെ പറ്റിക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യപരമായ കാര്യങ്ങളാണ്. നമുക്ക് ചെറിയ കാര്യങ്ങൾ നമ്മളെ ഇട്ട് വട്ട് കളിപ്പിക്കുകയാണ്, നമുക്ക് പൈസ നമ്മളെ തരുന്നില്ലെന്നൊക്കെ ആണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മളെ പറ്റിക്കുകയാണെന്നെങ്കിലൊക്കെ നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ, നമുക്ക് ക്ഷേത്രത്തിൽ പോയി ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർ നമ്മളോട് മേടിച്ച പൈസ തരാൻ വേണ്ടിയാണ്. ഇത് ചെയ്യുമ്പോൾ അവന് എന്താണ് പറയുക, നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് അവന് നമ്മളോട് മേടിച്ച പൈസ തിരികെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ അവർ തോന്നും അവൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചില്ല, എത്രയും പെട്ടെന്ന് അവന് പൈസ കൊടുത്തേക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഭക്തജനങ്ങൾ, ഇതൊരു നാരങ്ങയാണ്. അപ്പോൾ പൈസ മേടിച്ചിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി നമുക്ക് ക്ഷേത്രത്തിൽ പോയി തന്നെ ചെയ്യാം. നമുക്കിത് വീട്ടിലും ചെയ്യാവുന്നതാണ്. പക്ഷെ കൂടുതൽ എഫക്റ്റഡ് ക്ഷേത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഈ ഒരു നാരങ്ങ നിങ്ങളുടെ കയ്യിൽ നിന്ന് 50,000 രൂപ മേടിച്ച് ആ വ്യക്തി നിങ്ങളെ കാണുമ്പോൾ കളിപ്പിക്കണം, ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങ മതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച പൈസ തീർച്ചയായിട്ടും 3 മാസത്തിനുള്ളിൽ ആ വ്യക്തി തന്നിരിക്കും, അവൻ എത്ര വലിയ ആളാണെങ്കിലും ശരി. അപ്പോൾ അതിന് ഒരു ചെറുനാരങ്ങ എടുക്കാം. ഈ ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ലപോലെ 2 കൈയും പിടിക്കുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു 3 തവണ തലയ്ക്കൊഴിക്കുക. 3 തവണ തലയ്ക്കൊഴിച്ചിട്ട് ഒരു പിച്ചാത്തി എടുത്തിട്ട് ഇതിൻ്റെ നടുവ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് തിരിച്ച് വെച്ചിട്ട് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ദേവിയോട് ഒരു പ്രാർത്ഥന കൊടുക്കുക. ദേവി, ഇന്ന വ്യക്തി, ഇല്ലെങ്കിൽ ജയ എന്ന് പറഞ്ഞ വ്യക്തി, ഇല്ലെങ്കിൽ വിജേഷ് എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ മേടിച്ചിട്ട് അവൻ ഇതുവരെ എനിക്ക് പലിശയും തരുന്നില്ല, പലിശ പോട്ടെ,
എന്നെ പൈസ തരുന്നില്ല, എന്നെ ഇട്ട് പറ്റിക്കുവാണ്, ദേവി എനിക്കതൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഈ ചെറുനാരങ്ങ നടുവിൽ കട്ട് ചെയ്ത് തിരിച്ച് വെച്ച് വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കുമ്പോഴേക്കും നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഭഗവാനെ അവന് നല്ല അനുഭവം കൊടുക്കണോ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അത് നമ്മൾ ദോഷമാണ്, അങ്ങനെ പാടില്ല. ആരെയും ദ്രോഹിച്ചുകൊണ്ട് നമുക്ക് പൈസ മേടിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒഴിഞ്ഞ്, അപ്പോൾ നമ്മുടെ തടസ്സവും ആ വ്യക്തിയായിട്ടുള്ള എന്താ പറയുക തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് പൈസ കിട്ടാനും ആ വ്യക്തി പൈസ തരാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. അതായത് ആ വ്യക്തിക്ക് ഒരു തോന്നലുണ്ട്, എന്നാൽ ഇവനെ ഒത്തിരി കഷ്ടപ്പെടുത്തി നമുക്ക് പൈസ കൊടുത്തേക്കാം. അപ്പോൾ ആ വ്യക്തിക്കും സാമ്പത്തികപരമായ കാര്യങ്ങൾ റെഡിയായെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവൻ നശിഞ്ഞു പോകണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പൈസ ഒരിക്കലും കിട്ടത്തില്ല. അപ്പം ഇത് എന്ത് ചെയ്യണം, നമ്മൾ പിച്ചാത്തി എടുത്ത് കട്ട് ചെയ്ത് ദേവീക്ഷേത്രത്തിൽ വിളക്കിടുക. അപ്പം പൈസ തരാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു 21 ആഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. തലക്കൊഴിഞ്ഞ് തന്നെ കത്തിക്കുക. ഇത് കത്തിക്കുമ്പം തിരിച്ച് നമ്മൾ കടം മേടിച്ച പൈസകളൊക്കെ തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടുള്ള ദേഷ്യങ്ങളും ഇതൊക്കെ മാറി പെട്ടെന്ന് തന്നെ ആ വ്യക്തി കുറേശ്ശായിട്ട് പൈസകൾ തരുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇലയ്ക്കും മുള്ളിനും കീടില്ലാതെ നമുക്ക് പൈസകൾ തിരിച്ച് മേടിക്കുക. ഒരു ചെറുനാരങ്ങ മതി, കടം കൊടുത്ത പൈസകൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർ തരും. അപ്പം ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ പിണങ്ങത്തില്ല. ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ മാറി ഈശ്വര അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് വാട്സപ്പിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ചെയ്യുന്നതാണ്. വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമം. ജോലി ഉള്ള ഭക്തജനങ്ങൾ ഞായറാഴ്ച ചെയ്താൽ മതി. ഇതൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യണം. പടിഞ്ഞാട്ടിരിക്കുന്നതോ വടക്കോട്ടിരിക്കുന്നതോ കഴിവതും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാൻ നോക്കുക. ഇത് നാരങ്ങ വിളക്ക് എന്ന രീതിയിൽ സങ്കല്പിച്ച് വേണം നമ്മളിത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ വ്യക്തിക്ക് പൈസ തരാനുള്ള മനസ്സിൽ തോന്നിക്കണം എന്ന് നമ്മൾ ദേവിയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ നമ്മുടെ മാറണം എന്ന് പ്രാർത്ഥിച്ച് വേണം നമ്മൾ നാരങ്ങ വിളക്ക് ഇത് കത്തിക്കാൻ വേണ്ടി.